ഞാൻ സൂസൻ. വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് പറയാനായിട്ട് പോകുന്നത് സ്വർണവും ബ്യൂട്ടിയും തമ്മിലുള്ള റിലേഷനാണ് ഞാനിന്ന് പറയാനായിട്ട് പോകുന്നത്. നമ്മൾ ഒരുങ്ങിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കമ്മലും മാലയൊക്കെ ഇട്ട് വളയൊക്കെ ഇട്ട് നമ്മൾ കണ്ണാടിയിലൊന്ന് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഹായ് കൊള്ളാം എന്നൊരു ഫീലിംഗ് ഉണ്ടാവാറുണ്ട്, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് യുവത്വം നിലനിർത്താനുള്ള ഏറ്റവും നല്ല സാധനമാണ് സ്വർണ്ണം എന്ന് പറയുന്നത്. നമുക്കൊരു മാനസിക സന്തോഷം അതിൽ നിന്ന് കിട്ടാറുണ്ട്. സ്വർണ്ണമൊക്കെ ഇട്ട് കഴിയുന്നുണ്ടെങ്കിൽ നമുക്കൊരു മാനസിക സന്തോഷം നമുക്ക് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ ഏറ്റവും കൂടുതൽ കൂട്ടുന്ന ഒരു സാധനമാണ് സ്വർണ്ണം എന്നാണ് പറയുന്നത്. നമ്മുടെ കഴുത്തിലും നമ്മുടെ കാതിലും ഒക്കെ സ്വർണ്ണം ഇട്ട് കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ തലയിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഒത്തിരി കൂടുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കയ്യിൽ വളയിട്ട് കഴിയുന്നുണ്ടെങ്കിൽ കയ്യിലെ ബ്ലഡ് സർക്കുലേഷൻ നല്ലതായിട്ട് കൂടുന്നുണ്ട്. നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ തല മസാജ് ചെയ്യുന്നതും പിന്നെ മുഖം മസാജ് ചെയ്യുന്നതും ഒക്കെ. ഫേഷ്യലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മുഖമൊക്കെ നല്ലതായിട്ട് മസാജ് ചെയ്യുന്നത് നമ്മുടെ മുഖത്തെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും, തല മസാജ് ചെയ്യുന്നത് തലയിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും വേണ്ടിയാണ്. പക്ഷേ സ്വർണ്ണം ഇട്ട് കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ തലയിലെയും നമ്മുടെ കയ്യിലെയും ഒക്കെ പിന്നെ ബ്ലഡ് സർക്കുലേഷൻ ഒന്നുകൂടെ ഒന്ന് കൂടി കിട്ടുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ക്രീമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ബ്രൈറ്റനിങ്ങിനും അങ്ങനെയൊക്കെ എന്തിനും നമ്മൾ ക്രീം ഉപയോഗിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ ആ കിട്ടുന്ന പിന്നെ അന്നേരം കിട്ടുന്ന അതിൻ്റെ എഫക്റ്റിനേക്കാളും ഇരട്ടി എഫക്റ്റാണ് നമുക്ക് ഇതിനകത്ത് കുറച്ച് സ്വർണ്ണം കൂടെ ഒന്ന് ചാലിച്ച് അതിനകത്തൊന്ന് ഉരച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഇരട്ടി പ്രയോജനം നമുക്ക് കിട്ടും. അങ്ങനെ പണ്ട് കാലത്ത് ഈ അടുത്തൊരിട വരെ നമുക്കറിയാം, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കഴിയുന്നുണ്ട് തേനിൻ്റെ അകത്ത് സ്വർണ്ണം ഉരച്ച് കൊടുക്കുമായിരുന്നു. എല്ലാ കുഞ്ഞുങ്ങൾക്കും അടുത്തൊരിട വരെ തേനിൻ്റെ അകത്ത് സ്വർണ്ണം ഒഴിച്ചാണ് ആദ്യം ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. അങ്ങനെ പണ്ട് കാലം മുതലേ സ്വർണ്ണം നമ്മുടെ ബ്യൂട്ടിയുമായിട്ട് ഒത്തിരി റിലേറ്റ് ചെയ്താണ് ഇരിക്കുന്നത്. ഇത് പറയാൻ വേണ്ടിയാണ് ഞാനിന്ന് ഈ വീഡിയോ ആയിട്ട് വന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും.